ചുവന്നുതൊടുത്ത് കൊല്ലം. CPM സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കൊല്ലത്ത് കൊടിയുയരും. പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ വൈകിട്ട് ആശ്രാമം മൈതാനത്ത് സംഗമിക്കും. സ്വാഗത സംഘം ചെയർമാൻ KN ബാലഗോപാൽ പാർട്ടി പതാക ഉയർത്തും. പ്രതിനിധി സമ്മേളനം നാളെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. 9 പുതിയ കമ്മിറ്റിയെയും പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളെയും തെരഞ്ഞെടുത്ത് സമ്മേളനം സമാപിക്കും. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരും. വിവരങ്ങളുമായി VV അരുൺ ചേർന്നു. അരുൺ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാർട്ടി അനുഭാവികളെ സംബന്ധിച്ച്, പാർട്ടിയെ നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ച് വളരെ തിരക്കേറിയ, വളരെ സംഭവബഹുലമായ ദിവസങ്ങൾക്കാണ് ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കൊല്ലത്തിന്റെ ചുവന്നു തൊടുത്ത മണ്ണിലാണ് ഇത്തവണ സംസ്ഥാന സമ്മേളനം. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ആഘോഷം ആയി നടത്താൻ കൊല്ലത്തെ CPM ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. ഏതൊക്കെ തരത്തിലാണ് അവിടെ ഒരുക്കങ്ങൾ? ശ്രീജ, സംഘടനാപരമായി CPM ഏറ്റവും ശക്തിയുള്ള ജില്ലകളിലൊന്നാണ് കൊല്ലം. ഒരുപക്ഷെ കണ്ണൂരാണ് CPM എന്ന പാർട്ടിയുടെ ഏറ്റില്ലം എന്നൊക്കെ പറയുമ്പോഴും അതിന് തുല്യമായ, ഒരുപക്ഷെ അതിന് മുകളിലോ സംഘടനാശേഷിയുള്ള ജില്ലയാണ് കൊല്ലം. സമര പാരമ്പര്യമുള്ള, സമര ചരിത്രമുള്ള ജില്ലയാണ് കൊല്ലം. കൊല്ലം ആ രീതിയിൽ തന്നെ CPMന്റെ സംസ്ഥാന സമ്മേളനത്തിന് ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. വലിയ ഒരു മുന്നൊരുക്കങ്ങളാണ് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ ഒന്നാകെയുള്ളത്. ഇവിടുന്നുള്ള മന്ത്രി കൂടിയായ കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലാണ് ഈ സംഘാടക സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ. പാർട്ടിയുടെ എല്ലാ ശേഷിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാകും ഇവിടെ നടക്കേണ്ടത്. അത് സമ്മേളന നടത്തിപ്പിലും അതുപോലെ അതിനുശേഷമുള്ള ഈ പൊതുസമ്മേളനത്തിലുമൊക്കെ ആ ശേഷി പൂർണ്ണമായും വിനിയോഗിക്കണമെന്ന് തന്നെയാണ് CPMന്റെ തീരുമാനം. അതനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. സംഘടനാപരമായി നോക്കിയാൽ CPMന് വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി സമ്മേളന കാലയളവാണിത്. പാർട്ടിയിൽ വലിയ തരത്തിലുള്ള തലമുറ മാറ്റം, അത് മുൻനിരയിൽ പിണറായി വിജയനും MV ഗോവിന്ദനും പോലുള്ള നേതാക്കൾ ഉണ്ടെങ്കിൽ പോലും സെക്രട്ടേറിയറ്റിലടക്കം വലിയൊരു മാറ്റം, എറണാകുളത്ത് തുടങ്ങിവെച്ച തലമുറ മാറ്റത്തിന്റെ തുടർച്ച കൊല്ലത്തുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എറണാകുളത്ത് നിരവധി പുതുമുഖങ്ങൾ സംസ്ഥാന സമിതിയിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും വന്ന് വലിയൊരു യുവ പ്രാതിനിധ്യം കൊടുത്ത ഒരു സമ്മേളനമാണ് എറണാകുളം നടന്നത്. അതിന് തൊട്ടു പിന്നാലെ കൊല്ലത്ത് വരുമ്പോഴും അതിൽ വലിയൊരു വീണ്ടും ഒരു എക്സ്റ്റൻഷനായി മാറുമെന്നാണ് കൊല്ലം സമ്മേളനത്തിൽ പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ, അതിൽ തന്നെ PK ശ്രീമതി, സുശീല ഗോപാലനും KR ഗൗരിയമ്മയ്ക്ക് ശേഷം CPMന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായ വനിത, പതിറ്റാണ്ടുകളായി CPMന്റെ നേതൃവേദികളിൽ നേതൃമുഖമായി നിലനിൽക്കുന്ന PK ശ്രീമതിക്ക് പ്രായപരിധിയുടെ പേരിൽ തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒഴിയേണ്ടി വരും. AK ബാലൻ, നമുക്കറിയാം എല്ലാ വിഷയങ്ങളിലും അത് പലപ്പോഴും പാർട്ടിയെ പ്രതിരോധിക്കാനും പക്ഷേ പലപ്പോഴും പ്രതിരോധത്തിലാക്കാനും ഒക്കെയുള്ള AK ബാലന്റെ ഇടപെടലുകൾ നമ്മൾ പല വിഷയങ്ങളിലും കണ്ടതാണ്. മുഖ്യമന്ത്രിക്ക് അനുകൂലമായാലും അല്ലെങ്കിൽ പാർട്ടിയെ ആ രീതിയിൽ പലപ്പോഴും പ്രസ്താവനകളിലൂടെ പാർട്ടിക്ക് ശക്തി നൽകാൻ ശ്രമിക്കുന്ന നേതാവാണ് AK ബാലൻ. ആ AK ബാലൻ ഇത്തവണ പ്രായപരിധിയുടെ പേരിൽ വഴിമാറി കൊടുക്കേണ്ടി വരും. ആനാവൂർ നാഗപ്പൻ CPMന് വലിയ വിജയം തിരുവനന്തപുരത്ത് നേടിക്കൊടുത്ത നേതാവാണ്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തെ കഴിഞ്ഞ എറണാകുളം സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയിൽ ഉൾപ്പെടുത്തി. ആനാവൂർ നാഗപ്പൻ ഈ സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറിയിൽ നിന്ന് ഒഴിയേണ്ടി വരും. അവർക്കൊക്കെ പകരം ആര് വരും, അതാണ് സംഘടനാപരമായി ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച CPMൽ ഇപ്പോൾ നടക്കുന്നത്. PK ശ്രീമതിക്ക് പകരം ഒരു വനിതയെ സെക്രട്ടറി ഉൾക്കൊള്ളിച്ചേ മതിയാകൂ. അതാരാകും? KK ശൈലജ, കണ്ണൂരിൽ നിന്നുള്ള നേതാവാണ്. ശൈലജ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ്, മുതിർന്ന നേതാവാണ്. ശൈലജയെ സെക്രട്ടേറിയറ്റിലേക്ക് കൂടി ഇപ്പോഴും അവർ സെക്രട്ടറിക്ക് പങ്കെടുക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിലാണ്. അവരെ സെക്രട്ടറിയിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ സെക്രട്ടറിയിലേക്ക് വന്ന CS സുജാതയാകോ അതിലേക്ക് കൊണ്ടുവരുന്ന തിരുവനന്തപുരത്ത് നിന്ന് TN സീമ ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് ഉയർത്തപ്പെടുമെന്ന് കരുതുന്നവർ ഉണ്ട്. അങ്ങനെ പല പേരുകൾ. മേഴ്സിക്കുട്ടിയമ്മ, കൊല്ലത്ത് നടക്കുമ്പോൾ ജെ മേഴ്സിക്കുട്ടിയെ പോലെ വളരെ സീനിയറായ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയ മേഴ്സിക്കുട്ടിയമ്മ ഒരുപക്ഷെ സെക്രട്ടറി വന്നേക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെ പല പേരുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക്. സംസ്ഥാന സെക്രട്ടറിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത് കണ്ണൂരിൽ നിന്ന് ആരാകും സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരിക? അവിടെ ശ്രീമതിയുടെ ഒഴിവ് മാത്രമല്ല, കണ്ണൂരിൽ P ജയരാജൻ നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് വരാൻ യോഗ്യതയുള്ള നേതാവെന്ന് വിലയിരുത്തലുകളുണ്ട്. അദ്ദേഹം വരണമെന്ന് അണികൾ ആഗ്രഹിക്കുന്നുമുണ്ട്. ജയരാജൻ ഉൾക്കൊള്ളിക്കുമോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാകുമോ സംസ്ഥാന സെക്രട്ടറിയിൽ കണ്ണൂരിന്റെ പ്രതിനിധിയായി വരാൻ പോകും? നമുക്കറിയാം സംഘടന നടപടി നേരിട്ട് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തപ്പെട്ട നേതാവാണ്. ഇപ്പോൾ വീണ്ടും അതിശക്തനായി CPM മാറുന്ന P ശശി സംസ്ഥാന സെക്രട്ടറിക്ക് വന്നേക്കുമെന്ന് കരുതുന്നവരുണ്ട്. ഇവർ രണ്ടുപേരുമല്ല MV ജയരാജൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനെ
സെക്രട്ടേറിയറ്റിലേക്ക് കൂടി എടുക്കുമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനെ ആരൊക്കെയാണ് സംസ്ഥാന സെക്രട്ടറി വരാൻ പോകുന്നത്? മന്ത്രി എം ബി രാജേഷ് നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറി വരേണ്ട യുവ നേതാവാണ്. അദ്ദേഹത്തെക്കാൾ ജൂനിയറായ പല നേതാക്കളും ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് അവസ്ഥ നിഷേധിക്കപ്പെട്ട അദ്ദേഹം നിയമസഭാ സ്പീക്കറായിരുന്നു എന്നതുകൊണ്ടാണ്. ഏതായാലും എം ബി രാജേഷ് തവണ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരുമെന്ന് ഉറപ്പാണ്. സംസ്ഥാന സെക്രട്ടറി ഒരുപക്ഷെ ചില അപ്രതീക്ഷിത മുഖങ്ങൾ കൂടി വന്നേക്കാം. തിരുവനന്തപുരത്ത് വളരെ സീനിയറായ നേതാവ്, മുൻ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം, MLA, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നവരുണ്ട്. കടകംപള്ളി വളരെ മുതിർന്ന നേതാവ് കൂടിയാണ്. അവിടെ തന്നെ അദ്ദേഹത്തെക്കാൾ സീനിയറായ M വിജയകുമാറുണ്ട്. അങ്ങനെ ചുരുക്കം ഒഴിവുകളും ഒരുപാട് പേരുകളും ഈ സംസ്ഥാന സെക്രട്ടറിയിലേക്ക് പറഞ്ഞു കേൾക്കുന്നു. സംസ്ഥാന സമിതിയിലും പുതുമുഖങ്ങൾ നിരവധി ഉണ്ടാകും. യുവജന സംഘടന DYFI ഭാരവാഹികൾ VK സനോജും അതുപോലെ തന്നെ വസീഫും ഉൾപ്പെടെയുള്ളവരുടെ പേര് സജീവമായി തന്നെ സംസ്ഥാന സമിതിയിലേക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. യുവ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം സംസ്ഥാന നേതൃതലങ്ങളിൽ കൂടി കൊണ്ടുവരണം. കഴിഞ്ഞ തവണ ചിന്താ ജെറോമൊക്കെ സംസ്ഥാന സമിതിയിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലത്ത് നടക്കുമ്പോൾ ഇവിടെ നിന്നുള്ള DYFIയുടെ സംസ്ഥാന ട്രഷറർ കൂടിയായ അരുൺ ബാബുവിന്റെ പേര് സജീവമായി പറഞ്ഞു കേൾക്കുന്നു. MLA-മാരിൽ പലരും സംസ്ഥാന സമിതി ഇല്ലാത്തവരുണ്ട്. നൌഷാദുണ്ട്, PP ചിത്തരഞ്ജനുണ്ട്. അങ്ങനെ അത്തരം നേതാക്കൾ സംസ്ഥാന സമിതിയിലേക്ക് വരുമോ എന്നറിയണം. അങ്ങനെ വലിയൊരു തലമുറ മാറ്റത്തിലേക്ക്, നേതൃമാറ്റത്തിലേക്ക് അടുത്ത സമ്മേളനത്തോടുകൂടി പിണറായി വിജയനെ പോലെയുള്ള നേതാക്കൾ പോലും ഒരുപക്ഷെ മാറിക്കൊണ്ട് അരുൺ, അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു സംശയമുള്ളത്. അത് ഈ 75 വയസ്സ് എന്ന പ്രായപരിധി കർശനമായി പാലിക്കുമെന്ന് നേതൃത്വം ഇടയ്ക്കിടെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരൊക്കെ പോകും, ആർക്കൊക്കെ പ്രത്യേക ഇളവ് നൽകും? ഈ ചർച്ച വളരെ സജീവമായി തന്നെ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും 75 എന്ന പ്രായപരിധി നിബന്ധന കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്, കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസ് ആണ് നടപ്പാക്കിയത്. പക്ഷെ അതിനു മുമ്പ് തന്നെ സംസ്ഥാന പാർട്ടിയിൽ 75 വയസ്സ് എന്ന നിബന്ധന നടപ്പാക്കിയിരുന്നു. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടറി തിരഞ്ഞെടുക്കുമ്പോഴും സംസ്ഥാന സമിതി എടുക്കുമ്പോഴും ഒക്കെ 75 വയസ്സിൽ ഉൾക്കൊള്ളിച്ചു CPM. ആ പരിധി കടന്ന നേതാക്കളെ ഒഴിവാക്കിയിരുന്നു. ഇത്തവണ അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച 3 പേരുകൾ PK ശ്രീമതിയും AK ബാലനും ആനാവൂർ നാഗപ്പനും സംസ്ഥാന സെക്രട്ടറിയിൽ നിന്നും NR ബാലനും അതുപോലെ തന്നെ MK കണ്ണനും സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിയേണ്ടി വരുന്നത്. അനാരോഗ്യത്തെ തുടർച്ച നേതാക്കളെ ഒഴിവാക്കുമെന്ന സൂചനകളുണ്ട്. കൊല്ലത്തിനടക്കം അത്തരം നേതാക്കളുടെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവിടെ പുതിയ ആളുകൾ സ്വാഭാവികമായും വരേണ്ടതുണ്ട്. ഈ 75 എന്ന പ്രായപരിധിക്ക് അടുത്തെത്തി നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കൾ കൂടി CPM-ന് ഉണ്ട് എന്നുകൂടി ശ്രദ്ധേയമാണ്. അത് ഒന്ന് EP ജയരാജനാണ്, മുന്നണിയുടെ പഴയ കൺവീനറാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. EP-ക്ക് അടുത്ത മെയ്യിലാണ് 75 വയസ്സ്, രേഖകളിൽ 75 വയസ്സാകുന്നത്. ഇടതുമുന്നണി കൺവീനർ TP രാമകൃഷ്ണന് ജൂൺ മാസത്തിൽ 75 വയസ്സ് തികയും. ഈ 2 നേതാക്കളും സ്വാഭാവികമായും അവർക്ക് ഈ സമ്മേളന കാലയളവിൽ 75 ആകുന്നില്ല. പാർട്ടി കോൺഗ്രസ് ശേഷം മാത്രമേ 75 എന്ന പ്രായപരിധിയിലേക്ക് വരുന്നു. അത് ഒരുപക്ഷെ അവരെ അതുകൊണ്ട് നിലനിർത്തേക്കുമെന്ന് കരുതുന്നവരാണ് ഏറെയും ഉള്ളത്. അല്ലെങ്കിൽ ഇവരെ കൂടി മാറ്റാൻ തയ്യാറാകുമോ? EP ജയരാജൻ നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളെ പാർട്ടിയുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല. പക്ഷെ വീണ്ടും പാർട്ടിയുമായി ചേർന്ന് പോകുന്നു EP ജയരാജൻ. വളരെ സജീവമായി ഇപ്പോൾ പാർട്ടി പരിപാടികളിൽ, പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ EP-ക്ക് ഒരു അവസരം കൂടി നൽകിയിരിക്കുമെന്ന് കരുതുന്നവരാണ് പാർട്ടിയിൽ ഏറെയും ഉള്ളത്. EP ആ രീതിയിൽ ഉപയോഗിക്കണമെന്ന് കരുതുന്നവരാണ്. കാരണം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹത്തിന് അടുത്ത മാസം മെയ്യിൽ മാത്രമേ 75 ആകുകയുള്ളൂ. TP രാമകൃഷ്ണനും അത്തരത്തിൽ ഇളവ്, മുന്നണി കൺവീനർ കൂടിയാണ്, ഇളവ് കിട്ടുമെന്ന് കരുതുന്നവരുണ്ട്. ബാക്കി ആർക്കും ഒരു കാര്യമായ ഇളവിനുള്ള ഒരു സാധ്യതയുമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ തന്നെ പ്രത്യേക പരിഗണനയിലാണ് പാർട്ടി കമ്മിറ്റികളിലും അതുപോലെ തന്നെ പോളിറ്റ് ബ്യൂറോയിലും ഒക്കെ തുടരുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് പാർട്ടി കമ്മിറ്റികളിൽ 75 പിന്നിട്ടും തുടരാനുള്ള അനുമതി നൽകിയിരുന്നു, ഇളവ് നൽകിയിരുന്നു. പിണറായിക്ക് വീണ്ടും ആ ഇളവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ അംഗമാണ്. പോളിറ്റ് ബ്യൂറോയിലും പിണറായി തുടർന്നേക്കാം. സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹം നിലനിർത്തിയേക്കാം. ഏറ്റവും പ്രധാനം, അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ പോകുന്നത് ആര് എന്നതിന്റെ ചോദ്യത്തിന് പരോക്ഷമായ ഒരു മറുപടിയായി സമ്മേളനം മാറുമെന്ന് ഉറപ്പാണ്. കാരണം പിണറായി വിജയനാണ് CPM നയിക്കാൻ CPM ഇപ്പോൾ ആലോചിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും തുടരും. അദ്ദേഹത്തിന് വീണ്ടും ഒരു ഇളവ് നൽകേണ്ടത് പാർട്ടി കോൺഗ്രസാണ്. പക്ഷേ അതുവരെ പിണറായി ആ നേതൃഘടകങ്ങൾ മാറ്റാതെ തന്നെ തുടരും. പിണറായിക്ക് പ്രത്യേക ഇളവ് നൽകി അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന നേതൃസമിതികളിൽ കൂടി അദ്ദേഹം വേണമെന്ന നിലപാട് CPM പോകുമെന്ന്. ഒരു ചോദ്യം കൂടിയുണ്ട്. അത് ഈ കഴിഞ്ഞ ജില്ലാ സമ്മേളനങ്ങളിൽ, ബ്രാഞ്ച് സമ്മേളനം തൊട്ട് ജില്ലാ സമ്മേളനം വരെ ഉള്ളിടത്തൊക്കെ പലയിടത്തു നിന്നും പിണറായിയുടെ ശൈലിയെ സംബന്ധിച്ച്, സർക്കാരിന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഒക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതെല്ലാം ഈ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കൂടി എത്തുകയാണ്.
പ്രത്യേകിച്ച് ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടു പിന്നാലെ വരുന്നു. അത് കഴിഞ്ഞാൽ ഉടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവി അവിടെ നിൽക്കുന്നുമുണ്ട്. ആ തരത്തിൽ രാഷ്ട്രീയമായി ഈ സമ്മേളനത്തിലെ ചർച്ചകൾ എത്രത്തോളം പ്രധാനപ്പെട്ടതായിരിക്കും? തീർച്ചയായിട്ടും CPM-ന്റെ സമ്മേളനങ്ങളുടെ ഒരു പ്രത്യേകത, പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ എതിരാളികളും ഒക്കെ എന്ത് പറഞ്ഞാലും കൃത്യമായി സമ്മേളനങ്ങൾ നടക്കുന്ന, ജനാധിപത്യ രീതിയിൽ സമ്മേളനം നടത്തുന്ന കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് CPM. മറ്റ് പല പാർട്ടികൾക്കും ഒരുപക്ഷെ അത് കഴിയുന്നില്ല. നമുക്കറിയാം, കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ്, ഗണപതി കല്യാണം പോലെ നീണ്ടുപോകുന്ന വിമർശനം എപ്പോഴും ഉള്ളതാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കും ഇന്ന് നാളെ എന്ന് പറഞ്ഞ് അതും നീണ്ടുപോകുന്നു. പക്ഷേ CPM കൃത്യമാണ് അത്തരം കാര്യങ്ങളിൽ. കൃത്യമായ ചർച്ചകൾ, ഉൾപാർട്ടി ചർച്ചകളും സംഘടനാ തെരഞ്ഞെടുപ്പും കൃത്യമായി തന്നെ നടപ്പാക്കുന്ന പാർട്ടിയാണ് CPM. വലിയ വിമർശനങ്ങൾ, അത് രാഷ്ട്രീയ എതിരാളികളെ മാത്രമല്ല വിമർശിക്കുന്നത്, ഉൾപാർട്ടി വിമർശനങ്ങൾ, അത് സ്വയം വിമർശനങ്ങൾ CPM-ന്റെ സംഘടനാ രീതിയുടെ ഭാഗമാണ്. അവിടെ മുഖ്യമന്ത്രി മുതൽ പൊളിറ്റ് ബ്യൂറോ, പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി വരെയുള്ളവർ വിമർശിക്കപ്പെടും. ബ്രാഞ്ച് അംഗങ്ങൾ മുതൽ പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെ വിമർശിക്കപ്പെടും CPM-ൽ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുതൽ അതിരൂക്ഷ വിമർശനം ഉയർന്നു വന്നു. ജില്ലാ സമ്മേളനങ്ങളും അതിന്റെ ഒരു തോത് കുറഞ്ഞെങ്കിലും ജില്ലാ സമ്മേളനങ്ങളിലും മുഖ്യമന്ത്രിക്കും സർക്കാരിനും മന്ത്രിമാർക്കുമെതിരെയൊക്കെയുള്ള കൃത്യമായ വിമർശനങ്ങളുണ്ടായി. കൊല്ലത്തും സംസ്ഥാന സമ്മേളനത്തിനും അതിൽ കുറവുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. മുഖ്യമന്ത്രി വേദിയിൽ തന്നെ വിമർശിക്കുന്ന പതിവ് സമ്മേളനങ്ങൾ പലരും നമ്മൾ കണ്ടതാണ്. കൊല്ല സമ്മേളനത്തിലും മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം ഇഴകീറി പരിശോധിക്കപ്പെടും, സർക്കാരിന്റെ പ്രവർത്തനം പരിശോധിക്കപ്പെടും, മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്തപ്പെടും. അത്തരത്തിൽ വിമർശനങ്ങൾക്കും സ്വയം വിമർശനങ്ങൾക്കും CPM-ൽ ഇപ്പോഴും ഒരു ഇടമുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അത്തരം ചർച്ചകൾ തീർച്ചയായും ഈ സംസ്ഥാന സമ്മേളനത്തിലും ഉണ്ടാകും. മുഖ്യമന്ത്രി ശൈലി മാറ്റണമെന്ന് മാത്രമാണ് അവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. മുഖ്യമന്ത്രി മാറണമെന്ന് ഒരു സമ്മേളനങ്ങളിലും ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ഉയരണമെന്ന അഭിപ്രായങ്ങളെ വെച്ച സമ്മേളനങ്ങൾ ഉയർന്നു വന്നു. പക്ഷേ മുഖ്യമന്ത്രി മാറണമെന്ന ഒരു അഭിപ്രായം ഒരു സമ്മേളനങ്ങളിലും ഉയർന്നു വന്നില്ല. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് പിണറായി വിജയൻ അല്ലാതെ CPM മുന്നിൽ ഉയർത്തിക്കാട്ടാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വേറെ ആരുമില്ല. മൂന്നാം തവണ അധികാരത്തിൽ വരുമെന്ന് വലിയ പ്രതീക്ഷിക്കപ്പെടുന്നു. അത്തരം ക്യാമ്പയിനുകൾ CPM ആരംഭിച്ചിട്ടുണ്ട്. ഭരണത്തിലേക്ക് വരാൻ പോകുന്നുവെന്ന ഒരു പൊതുബോധ്യം സൃഷ്ടിക്കാൻ CPM ശ്രമിക്കുന്നുണ്ട്. അവിടെയും മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയനല്ലാതെ മറ്റൊരു പേര് CPM ഉയർത്തിക്കാട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ചില കാര്യങ്ങളിൽ ശൈലിയിൽ തിരുത്തൽ ഉണ്ടാക്കണം. ആ തിരുത്തൽ വരുത്തി പിണറായി വിജയൻ തന്നെ CPM-നെയും സർക്കാരിനെയും നയിക്കണം എന്നൊരു പൊതു വികാരമാണ് CPM-ൽ ഇപ്പോഴുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു പേരോ മുഖമോ CPM-ന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉയരുമ്പോഴും പിണറായി വിജയന്റെ മുന്നിൽ തന്നെയാകും CPM വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പോകുന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ശരി, VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് നിന്ന് 30 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് CPM സംസ്ഥാന സമ്മേളനം മടങ്ങിയെത്തുന്നത്. ആ സമ്മേളനത്തെ പരമാവധി വലിയ ഉത്സവമാക്കി മാറ്റാൻ, ചരിത്ര സംഭവമാക്കി മാറ്റാൻ കൊല്ലത്തിന്റെ CPM-ന് വളരെ വളരെ വേരോട്ടമുള്ള കൊല്ലത്തിന്റെ മണ്ണ് തയ്യാറെടുത്തിരിക്കുകയാണ്. വളരെ വിപുലമായ ഒരുക്കങ്ങൾ അവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഈ CPM സമ്മേളനത്തിന്റെ എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ ടീമും സജ്ജമാണ്. നമുക്ക് ആ വാർത്തകളിലേക്ക് ഇനി ഓരോ ബുള്ളറ്റിനിലും മടങ്ങിയെത്താം.